പഴകിയ ഫുഡ് വിതരണം ചെയ്ത ആദ്യത്തെ വാർത്തയൊന്നുമല്ല. പക്ഷേ സ്ക്രോൾ ചെയ്ത് പോകേണ്ട, ശ്രദ്ധിച്ചോളി. എറണാകുളം കൊച്ചിയിൽ ട്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഫുഡാണ് പഴകിയ ഫുഡ് കൊടുക്കുന്നത്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനിലാണ് ഇവർ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൾറെഡി ഒരു വാണിങ്ങും ഫൈനും കിട്ടിയിട്ടും ഇവർ നിർത്തിയിട്ടില്ല. പഴകിയ ചീഞ്ഞളിഞ്ഞ ഫുഡ് വേവിച്ച് കൊടുക്കുക. എന്തൊരു കഷ്ടല്ലേ. കേരളത്തിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്തായാലും പണിയെടുക്കണില്ലെങ്കിലും ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സംഗതി കൈയോടുകൂടി പിടിക്കുകയും ചെയ്തു, സ്ഥാപനം പൂട്ടിക്കാനുള്ള പണി എടുക്കുകയും ചെയ്തു. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഭക്ഷണം നൽകുന്ന കേന്ദ്രം കൊച്ചിയിൽ ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു. എറണാകുളം കടവന്ത്രയിൽ സ്വകാര്യ വ്യക്തി കരാറിലെടുത്ത് നടത്തുന്ന റെയിൽവേയുടെ കേറ്ററിംഗ് സെന്ററിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഇവിടെ നിന്ന് ഭക്ഷണം എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വന്ദേ ഭാരതിന്റെ സ്റ്റിക്കർ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മാസം മുൻപാണ് ഈ സ്ഥാപനത്തിനെതിരെ ആദ്യം ഒരു പരാതി ഉയർന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നും അവശിഷ്ടങ്ങളും മലിനജലവും അടക്കം തൊട്ടടുത്ത തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്നാണ് പരാതി. നഗരസഭ അതിന് പിന്നാലെ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും നോട്ടീസ് നൽകുകയും ഫൈൻ ഈടാക്കുകയും ചെയ്തു. 10,000 രൂപ ഫൈൻ ഈടാക്കുകയും ചെയ്തു. അപ്പോഴും ഇവർക്ക് ഈ സ്ഥാപനം നടത്തുന്ന സ്വകാര്യ വ്യക്തി ആരാണെന്ന് ഇതുവരെ നഗരസഭയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇന്നലെ ഈ ഇതര സംസ്ഥാനക്കാരായ ജോലിക്കാർ താമസിക്കുന്ന ഇതിന് തൊട്ടടുത്തൊരു ഗോഡൌൺ പോലെയുണ്ട്. അവിടെയും കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഇവരിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ദുർഗന്ധമൊക്കെ പുറത്തേക്ക് വന്നപ്പോഴാണ് കൗൺസിലർ അടക്കമുള്ളവർ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ പഴകിയ മാംസം അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തുകയും